ഹായ് ഓൾ, ഇറ്റ്സ് സൺഡേ ഈവനിങ്. ആലന്റെ കസിന്റെ മോളുടെ പിറന്നാളാണിന്ന്. വൈകുന്നേരം പാർട്ടിക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ എനിക്കുള്ള ചായയും പിള്ളേർക്കുള്ള പാലും വെച്ചു. ഇവിടെ ഇപ്പോൾ ആകെ ഒരു ഏത്തപ്പഴേ ഇരിപ്പുള്ളൂ. അത് രണ്ടുപേർക്കും പകുതിയായിട്ട് ഓരോ ബൗളിലിട്ടിട്ട് 2 ചെറിയ പഴം കൂടെ നുറുക്കിയിട്ടു. സാറന്മാര് കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കഴിച്ചോളും. ആലൻ ഒരു ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ജെൻസി ചേച്ചി, എന്റെ നാത്തൂനാണ്, ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ചേച്ചി ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങളെ എടുത്ത് നേരെ സിസിജിയിലേക്കാണ് പോകുന്നത്. ആലന്റെ ജോലി എന്താ, ആലൻ എവിടെയാ ജോലി ചെയ്യുന്നതെന്നൊക്കെ ഇപ്പോഴും കമന്റ്സ് വരാറുണ്ട്. അപ്പം ഇന്ന് ആലൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഞാൻ ഇപ്പോൾ ഡ്രസ്സുകൾ മേടിച്ചു കൂട്ടുന്നതല്ല, ഇതൊക്കെ ഒരു വർഷമായ ഡ്രസ്സുകളാണ്. അഫിലിയേറ്റ് പ്രോഗ്രാമിന് എലിജിബിൾ ആയത് ഇപ്പോഴായതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ എടുത്തു പറയുന്നേ ഉള്ളൂ. ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ടോപ്പിന്റെ ക്ലോത്ത്. പിന്നെ അതുമല്ല, എനിക്കിത് ഇടുമ്പോൾ കുറച്ച് വണ്ണം കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇനി അത് കൈയുടെ ലെങ്ത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇതാണ് നെക്ക് ലൈൻ. സ്ലീവ് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഇലാസ്റ്റിക് ആണ്. ഇന്നത്തെ സൺസെറ്റ് ഒരു രക്ഷയില്ലാത്തതായിരുന്നു. അപ്പച്ചിയെ കാത്ത് 2 പേര് ബെഞ്ചിലും മതലിലും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ചേച്ചി വരുന്ന വഴിക്ക് കേക്ക് മേടിച്ചിട്ടാണ് വന്നത്. അരവൂർ ബീച്ചിനടുത്തുള്ള സിസിജി എക്കോ സ്പോർട്സ് എന്ന കയാക്കിംഗ് സെന്ററിലാണ് ആലൻ വർക്ക് ചെയ്യുന്നത്. ആ കയാക്കിംഗ് സെന്റർ ആലന്റെ അളിയന്റേതാണ്, ജിൻ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ. പുള്ളിയുടെ ഒരു ഡ്രീം കം ട്രൂ എന്ന് തന്നെ പറയാം. സെലസ്റ്റിയൽ ബോഡീസ് ആയ സണ്ണും മൂണും എർത്തും ഒരു നേർരേഖയിൽ വരുന്നതിനെയാണ് സിസിജി എന്ന് പറയുന്നത്. ഇവിടെ കടലും കരയും കായലും അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് സിസിജിക്ക് ഇങ്ങനെ ഒരു പേര്. ഷോർട്ട് ട്രിപ്സും ലോങ് ട്രിപ്സും ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് പല പാക്കേജസ് ഉണ്ട്. നമ്മൾ അവിടുന്ന് കണ്ട ആ ഒരു റൂഫ് തന്നെയാണ് ഇപ്പോൾ സിസിജിയുടെ ഒരു അടയാളം. ആൻഡ് ദ വ്യൂ ഫ്രം ഹിയർ ഇസ് ബ്രെത്ത് ടേക്കിംഗ്. കായലും ഈ ഒരു ചെറിയ കരയും പരവൂർ ബീച്ചും കടലും പിന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരും. ഞാനും ഡെല്ലയും കൂടെ തമ്മിൽ വെക്കാനായിട്ട് ഒരു ലവ് സിമ്പിളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ജിയ. ഇറ്റ് വാസ് ഹെർ ബർത്ത്ഡേ. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ നേരം സ്നാക്സും കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. ബീച്ചിലൊക്കെ അനായാസം റൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ സൈക്കിൾ സിസിജിയിലെ പുതിയൊരു മെമ്പറാണ്. ഇനി കേക്ക് കട്ടിംഗ്. കേക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. എക്സ്ട്രാ ഒരു ഡ്രസ്സ് ഞാൻ എപ്പോഴും കയ്യിൽ കരുതിയേക്കും. കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മന്തിയായിരുന്നു പറഞ്ഞിരുന്നത്. പിള്ളേർക്ക് 2 പേർക്കും വാരി കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. മന്തിയും കേക്കും സ്നാക്സും ഒക്കെ കൂടെ വയറൊരുപാട് ഹെവി ആയതുകൊണ്ട് അവിടുന്ന് നേരെ പോളയത്തോട് അൽ റയാനിൽ വന്ന് മൊയ്റ്റോയും ഷേക്കും ഡ്രിങ്ക്സും ഒക്കെ പറഞ്ഞു. റോഡിലോട്ട് 2-3 തവണ ഓടിപ്പോവാൻ ശ്രമിച്ചതുകൊണ്ടാണ് കാറിന്റെ മേലെ കയറ്റിയിരുത്തിയത്. അവിടെ ഇരുന്ന് ഡാൻസ് തുടങ്ങിയപ്പോഴേക്ക് നിലുവിനെ വീണ്ടും താഴെ തിറക്കി. മേടിച്ചതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് എല്ലാവരും എല്ലാം കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു. ഇനി ഇവിടുന്ന് ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് ഇവരെല്ലാവരും നേരെ പുലിച്ചിറയിലേക്ക് പോകും. വീട്ടിലെത്തുമ്പോഴേക്ക് ആലൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.